20 വർഷത്തിലധികമായി കാൽനട യാത്രക്കാർക്ക് പോലും നടക്കാൻ കഴിയാത്ത റോഡ് ഒടുവിൽ സഞ്ചാരയോഗ്യമായി. പത്തനംതിട്ട നഗരത്തിൽ നിന്നും വടശ്ശേരിക്കര റാന്നി ഭാഗങ്ങളിലേക്ക് പോകാനുള്ള എളുപ്പവഴിയാണ് കൗൺസിലർ അനിൽകുമാറിന്റെ ഇടപെടൽ സഞ്ചാരയോഗ്യമാക്കിയത്. ഒരു റോഡിന്റെ ഇരുവശവും വ്യത്യസ്ത രാഷ്ട്രീയത്തിൽപ്പെട്ട വാർഡ് കൗൺസിലർമാരുടെ അധികാര പരിധിയിലായതിനാലാണ് റോഡിന്റെ പുനർനിർമ്മാണം മുടങ്ങിയിട്ട് 20 വർഷത്തോളമായത്. പത്തനംതിട്ട നഗരത്തിലെ 3-4 വാർഡിൽപ്പെട്ട റോഡിനാണ് ഈ അവസ്ഥ. 20 വർഷം മുൻപ് ഇപ്പോഴത്തെ പത്തനംതിട്ട ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും മുതിർന്ന CPIM നേതാവും അന്നത്തെ വാർഡ് കൗൺസിൽ അംഗവുമായ കെ അനിൽകുമാറാണ് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. തുടർന്ന് വർഷങ്ങൾക്കു ശേഷം റോഡിന്റെ ടാറിളക്കി കാൽനടയാത്രക്കാർക്ക് പോലും നടക്കാൻ കഴിയാത്ത രീതിയിൽ വർഷങ്ങളോളം ഈ റോഡ് തകർന്നു കിടക്കുകയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഞങ്ങൾ ഓട്ടം വിളിച്ചാലൊന്നും ഓട്ടോറിക്ഷ വരത്തില്ല, സ്കൂൾ ബസ്സുകളൊന്നും റോഡ് മോശമായതുകൊണ്ട് വരത്തില്ല, കുഞ്ഞുങ്ങൾക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്. 4-ാം വാർഡും 3-ാം വാർഡിലെ ആൾക്കാർ മൊത്തം ഈ റോഡിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. സ്കൂൾ ബസ് 4 വലിയ വണ്ടി പോകുന്നുണ്ട്, പിന്നെ 3-4 ചെറിയ വണ്ടിയും പോകുന്നുണ്ട്. എന്നാൽ അനിൽകുമാറിന്റെ ഭാര്യയും 3-ാം വാർഡ് കൗൺസിൽ അംഗവുമായ വനിത അനിൽ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും ലഭ്യമായ തുക ഉപയോഗിച്ചാണ് റോഡ് ഇപ്പോൾ പൂർത്തീകരിച്ചതെന്ന് ഇവർ പറഞ്ഞു. 2017-18 പ്രളയത്തോടെ നശിച്ച ഒരു റോഡായിരുന്നു. ഞാൻ 2020 കൗൺസിലറായി കയറിയതിനു ശേഷം വഞ്ചികപ്പൊയ്ക റോഡ് ചെയ്തു. അതപ്പോഴത്തേക്കും ഈ റോഡ് നല്ല താറുമാറായിട്ടുണ്ടായിരുന്നു. മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് എനിക്ക് 35 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. അവസാനം ഒരു 6 ലക്ഷം രൂപയും കൂടെ ഉണ്ട്. അത് വെച്ച് റോഡ് ടാർ ചെയ്ത് മൊട്ട ഇളക്കി റീടാർ ചെയ്ത് സൈഡ് അരിഞ്ച് ചെയ്ത് യാത്രാ സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഒരു ഔട്ടർ റിംഗ് റോഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന റോഡാണ് ഈ കുമ്പാങ്ങ റോഡ് എന്ന് പറയുന്നത്. പത്തനംതിട്ട നഗരത്തിൽ നിന്നും റാന്നി, വടക്കാഞ്ചേരി എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ പോവാവുന്ന റോഡാണ് ഇത്. നിർമ്മാണം പൂർത്തിയായാൽ ഏകദേശം 300-ലധികം കുടുംബങ്ങൾക്ക് ഈ റോഡ് ഉപയോഗിക്കാൻ കഴിയും. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.